ഹലോ, എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. ഞങ്ങൾ സുഖമായിരിക്കുന്നു ഇവിടെ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നും ഞങ്ങളൊരു പുറത്ത് പോയിട്ടുള്ള വിശേഷങ്ങളാണ് കേട്ടോ. ഇന്ന് സലാലയിലുള്ള ജബൽ സംഹാൻ എന്ന് പറയുന്നൊരു ജബൽ കാണാൻ വേണ്ടിയിട്ടുള്ള പോയ വിശേഷങ്ങളാണ്. ഇപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ ഭയങ്കര ചൂടാണ് കേട്ടോ. ഇപ്പോൾ സലാലയിലൊക്കെ ഭയങ്കര ചൂടാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോയിട്ടുള്ള ജബൽ സംഹാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് അത്യാവശ്യം തണുപ്പും അത്യാവശ്യം അധികമില്ല, നല്ല കോട ഉണ്ടാവാറുണ്ട് അവിടെ. എന്നാലും അത്യാവശ്യം നമുക്ക് കാണാത്ത കോടയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയിൽ ചെറുതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പോകുന്ന സ്ഥലത്തേക്ക് അത്യാവശ്യം ദൂരമുണ്ട്. അപ്പോൾ നമ്മൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഈവനിങ് ടൈമൊക്കെ ആകുമ്പോൾ അവിടെ എത്തിയാൽ നല്ല കോടയും തണുപ്പൊക്കെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇതിന് മുന്നേ ഇതേപോലെ ഒരു ഹോട്ട് സീസണിൽ പോയിട്ട് നല്ല കോടയും മഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് കഴിഞ്ഞ വർഷം. അപ്പോൾ അങ്ങനെ പോയതാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ അത്ര ഇല്ലെങ്കിലും നമുക്ക് ചൂടൊക്കെ ഭയങ്കര ആശ്വാസമായിരുന്നു. അവിടെ അത്യാവശ്യം അവിടെ കുറേ നേരം നമ്മൾ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ പോണ വഴികളാണ് ഇതൊക്കെ കേട്ടോ. പിന്നെ ഇവിടെ ഈ ഒരു സമയമായി കഴിഞ്ഞാൽ നമുക്ക് റോഡിൽ ഇതുപോലെ ഒട്ടകങ്ങളൊക്കെ ക്രോസ് ചെയ്യണമൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് ഇവരെല്ലാവരും ഇങ്ങനെ നന്നായിട്ട് കണ്ടിരുന്നിട്ട് എൻജോയ് ചെയ്യുന്നു. അത്യാവശ്യം ഒട്ടകങ്ങളുണ്ടായിരുന്നു കേട്ടോ ക്രോസ് ചെയ്തിട്ട്. പുറത്ത് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങനെ അവിടേക്ക് എത്തും, നമുക്ക് വണ്ടിയിലിരിക്കുമ്പോൾ തന്നെ നമുക്ക് ചൂട് നന്നായിട്ട് അറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ അടുത്ത് പറയുമായിരുന്നു, ഇപ്പോൾ പറയുമായിരുന്നു അവിടേക്ക് എത്തിയാൽ എന്തെങ്കിലും ചൂട് കൂടില്ലേ എന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ ഞാൻ പറയുമായിരുന്നു അവിടെ എത്ര ചൂടുണ്ടാവില്ല എന്ന്. അങ്ങനെ പോണ വഴിക്കത്താ നമ്മളൊരു സ്ഥലത്ത് ഭയങ്കരമായിട്ട് മാങ്ങ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ്. അത്യാവശ്യം മാങ്ങ നമുക്ക് ജബലിൽ ഇവിടെ മാങ്ങയും അതുപോലെ ചക്ക അങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഇവിടെ ജബലിൽ അത്യാവശ്യം ഉണ്ടായി നിൽക്കാറുണ്ട്. പക്ഷേ നാട്ടിലെ ചക്കയുടെ അത്ര ഒരു ടേസ്റ്റ് ഇവിടുത്തെ ചക്കയ്ക്ക് തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ ചക്കയുടെ വലുപ്പവും നമുക്ക് നാട്ടിലെ ചക്കയുടെ അത്രയും തോന്നിയിട്ടില്ല. ടേസ്റ്റും നാട്ടിലെ ചക്ക തന്നെയാണ് കേട്ടുള്ളത്. ഒരു വട്ടം ഇവിടെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ ജബൽ സംഹാനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പറയുമായിരുന്നു ഇവിടെ എത്തിയപ്പോൾ തന്നെ ക്ലൈമറ്റ് നല്ല ചേഞ്ച് വന്നിട്ടുണ്ട് എന്നുള്ള. ഇത് കോട ചെറുതായിട്ടുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ പോണ സമയത്തേക്ക് അത്യാവശ്യം കോട ആയിട്ടുണ്ടായിരുന്നു. വന്ന സമയത്തുള്ളൊരു ടൈമാണ് കേട്ടത്. ഇത് ഈ താഴെ കാണുന്നതൊന്നും നമുക്ക് കോട വന്നിട്ട് ഖരീഫിൻ്റെ ടൈമിലൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. നിറച്ച് കോടമഞ്ഞാവും. ഈ സൈഡിലൊക്കെ നിറച്ച് കോടയായിരിക്കും. ഇപ്പോൾ താഴെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് അങ്ങനെ കാണാൻ പറ്റുന്നുണ്ടാവില്ല. ഖരീഫ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജൂൺ പകുതി തൊട്ടിട്ടാണ് തുടങ്ങുക. ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ആ ഒരു മാസങ്ങളിലാണ് കേട്ടോ ഇവിടെ ഖരീഫ് സീസൺ വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഇവിടെ ഭയങ്കര കോടമഞ്ഞും ചെറുതായിട്ടുള്ള ചാറ്റൽ മഴയും അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു സീസണാണ് കേട്ടോ. അപ്പോൾ ബാക്കിയെല്ലാ ഗൾഫ് കൺട്രീസിലും ഇതുപോലെ ഭയങ്കര ചൂടാവുന്ന സമയത്ത് സലാല മാത്രം നമുക്ക് തണുപ്പും കോടമഞ്ഞൊക്കെ ആകുമ്പോൾ ഇവിടെ ആ സമയത്ത് ഭയങ്കര റഷാണ്, ഭയങ്കര ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ടൈമാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കുറച്ചിങ്ങനെ നടക്കാനുണ്ട് ഉള്ളിലേക്ക്. അതേപോലെ തന്നെ കാണാൻ തന്നെയുള്ളൂ, പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. താഴെ കൊക്ക പോലെ. അപ്പോൾ ഈ പോണ വഴികളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഖരീഫിൻ്റെ ടൈമിലാണ് പ്രത്യേകം ഭംഗി. ആ സൈഡ് മൊത്തം കോടയായിട്ട് സൈഡിലൂടെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ. അപ്പോൾ ഇതാ ഇവിടെ കുട്ടികൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പോൾ അവർ പേര് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയിരുന്നു കേട്ടോ എവിടെയാണ് പേര് എന്നുള്ളതൊക്കെ. പിന്നെ ഇതിൽ ഫെല്ലുതാ ഉറക്കം തൂങ്ങി നിൽക്കുന്നുണ്ട്. ഇതിൽ അവൾ വണ്ടിയിൽ നിന്ന് നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ അവൾ വണ്ടി തന്നെ കിടക്കുക എന്ന് പറഞ്ഞിട്ട് വരുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെ അവളെ ഞാൻ കയ്യും പിടിച്ചിങ്ങനെ കൊണ്ടുവരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് അവൾ അവിടെ തല വെച്ചിങ്ങനെ കിടക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആളെ ഓക്കെ ആയിട്ട് മൂടൊക്കെ മാറി ഉറക്കത്തിൻ്റെ ഇതൊക്കെ പോയപ്പോൾ ആൾ നല്ല സെറ്റായിട്ടോ. ഉപ്പാക്ക് ഇതാ ഓരോന്നും നമ്മളിതാ പറഞ്ഞു കൊടുക്കായിരുന്നു. അങ്ങനെ ഖരീഫിൻ്റെ സമയത്ത് ഇവിടെ ഇങ്ങനെ ആവും ഇങ്ങനെ അല്ല എന്നുള്ളതൊക്കെ ഓരോ സമയത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് അവർക്കിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇവിടുന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാവർക്കും അവർക്ക് വന്നവർക്കൊക്കെ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തിട്ടാണ്. അപ്പോൾ അവിടെ സലാല വന്നപ്പോൾ അതിൻ്റെ ഓരോ ഓർമ്മകളല്ലേ നമുക്ക് ഓരോ പ്ലേസിലും പോകുമ്പോൾ അവിടെ നിന്ന് എടുക്കുന്ന ഫോട്ടോസ്. അപ്പോൾ അങ്ങനെ ഫോട്ടോസ് ആയാലും വീഡിയോസ് ആയാലൊക്കെ ഒരുപാട് എടുത്തു കൊടുത്തു അവർക്ക്. എനിക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഇത് കണ്ടോ ഒരു വലിയൊരു എന്തതിന് പറയുക പാറ എന്നൊക്കെ പറയും അല്ലേ, കല്ല് ഭയങ്കരമായിട്ട് നിൽക്കണേ. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ സലാലുണ്ട് കേട്ടോ. ഭയങ്കര ഷേപ്പിലായിട്ടുള്ള കല്ലുകളും വലിയ വലിയ കല്ലുകളൊക്കെ ആയിട്ടുള്ള
ഇത് പണ്ട് നമ്മളിത് പറയുന്നത് സലാല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം കടലിൻ്റെ അടിയിലായിരുന്നല്ലോ അല്ലേ. അങ്ങനെ കടലെടുത്ത് പോയിട്ടുള്ളൊരു സ്ഥലമാണെന്ന് സലാല എന്നാണ് പറയുന്നത്. അത് നമുക്കിവിടുത്തെ ഓരോ ജബലിൽ നോക്കുമ്പോഴും കാണാൻ പറ്റും കേട്ടോ. ഓരോ ജബലിലും ഇതുപോലെ വെള്ളമൊക്കെ അടിച്ചു പോയ പാടുകളൊക്കെ നമുക്ക് ശരിക്കും അങ്ങനെ കാണാൻ പറ്റും. അങ്ങനെ ഇതൊക്കെ ഒരു കാലത്ത് കടലിൻ്റെ അടിയിലാണെന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റണില്ല. അപ്പോൾ ഇത്രയും ഇനിയും ഇതുപോലുള്ള ഒരുപാട് ജബലും കാര്യങ്ങളൊക്കെ കടലിൻ്റെ അടിയിൽ ഉണ്ടാവുമല്ലോ. അത്രയും ഹൈയിലുള്ള അത്രയും ഇവിടെ തന്നെ അത്രയും ഹയസ്റ്റ് ജബലും മലകളൊക്കെ ഉള്ളതാണ്. അപ്പോൾ കടലിൻ്റെ അടിയിലത്തെ കാര്യങ്ങൾ ഇനിയും ആലോചിച്ച് നോക്കുമ്പോൾ ശരിക്കും വിശ്വസിക്കാനേ പറ്റുന്നില്ല അല്ലേ. നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ ഈ സമയത്ത്. അവിടെ നല്ല കാറ്റായിരുന്നു. അതുകൊണ്ട് നമുക്ക് തീരെ ചൂടേ അറിഞ്ഞിട്ടില്ല കേട്ടോ. നല്ല കാറ്റും തണുപ്പും പിന്നെ ഇതാ ക്ലൈമറ്റിൽ ചെറുതായിട്ട് മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വന്നതിനെക്കാട്ടിലും കോട കുറച്ചും കൂടി വരൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ചൂട് തന്നെ അറിയണില്ല. നല്ലൊരു എന്താ പറയുക, നല്ല സുഖമുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ അവിടെ ആ സമയത്ത്. പിന്നെ ഇതിൽ ഇക്കാനോട് ഞാൻ പറഞ്ഞത് നമുക്ക് കല്ലെടുത്ത് എറിഞ്ഞ് നോക്കാം, അത് എത്രത്തോളം പോകുന്നുണ്ടെന്ന് നോക്കാമല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ കല്ല് ഇവിടുന്ന് പോണത് കണ്ടു, അത് എവിടേക്കാ പോയി എന്നുള്ളത് നമുക്ക് ആർക്കും കാണാൻ പറ്റിയില്ല കേട്ടോ. അത് താഴെ വീടോ എവിടെ പോയി വീടൊന്നും കാണാൻ പറ്റിയിട്ടില്ല. പോണ വരെയുള്ള വീഡിയോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാ സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. നമുക്ക് അവിടുന്ന് താഴത്തേക്ക് പോകാൻ തന്നെ തോന്നുന്നുണ്ടായിരുന്നില്ല. അവിടെ തന്നെ നമുക്ക് ഇരിക്കാൻ തോന്നി. അങ്ങനെ അതാ നമ്മൾ കുറച്ച് സ്നാക്സും പോഷ അങ്ങനെയൊക്കെ ഐറ്റംസൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ചായ വെക്കാനുള്ളതൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാറ്റ് കാണില്ലെങ്കിൽ നല്ല കാറ്റ്. നമ്മൾ ചെയറിനൊക്കെ എണീറ്റുണ്ടെങ്കിൽ ചെയറൊക്കെ പറന്നു പോയിരുന്നു കേട്ടോ. അത്രയും നല്ല കാറ്റായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ നമുക്കവിടെ ഇരിക്കാൻ നല്ല സുഖമായിരുന്നു. ചൂട് ഒട്ടും ഇല്ലാത്തതുകൊണ്ട് അവിടുന്ന് പോരാനും തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രയും രസമായിരുന്നു അവിടെ. പെട്ടെന്നാണ് നമ്മൾ ആകാശത്ത് നോക്കിയപ്പോൾ 2 ഫ്ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുന്നത് കണ്ടത്. അപ്പോൾ ഞാൻ പെട്ടെന്നൊരു വീഡിയോ എടുത്ത് വെച്ചതാണ് കേട്ടോ അത്. ഇതാ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതുപോലെ കോടകളൊക്കെ മുകളിലേക്ക് നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഓരോ ഭാഗത്ത് നമ്മളെ ദൂരെ ലോങ്ങിൽ കാണുന്നതൊക്കെ കോടകൾ പുതുതായി ഉണ്ടാവുകയാണ്. അതുപോലെ ഈ ഒരു സൈഡിൽ നിന്ന് അത്യാവശ്യം കോട നമുക്കിങ്ങനെ ഫ്രണ്ടിലേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ പറയുന്നവരുടെ അടുത്ത് നമ്മൾ പോണതിന് മുന്നായിട്ട് ഇത് ഫുള്ളാവുണ്ടാവും എന്നൊക്കെ. പക്ഷേ ഈ പറഞ്ഞ പോലെ കാറ്റുള്ളതുകൊണ്ട് പുതുതായി ഉണ്ടാവുന്ന കോടകളൊക്കെ അപ്പം തന്നെ കുറച്ച് നേരം നിന്നിട്ട് പിന്നെ ഇല്ലാതായി പോയിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്ക് താഴെ കാണുന്ന ടൗണൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കാണുന്നുണ്ട്, ലൈറ്റൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഇത് ഫുള്ളായിട്ട് നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു പോണതിന് മുന്നായിട്ട് ഇത് ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നു. എന്നാലും അത്യാവശ്യം അവർക്ക് കാണാനും പറ്റി. നല്ല തണുപ്പായി ഈ സമയമാകുമ്പോഴത്തേന്. അങ്ങനെ കുറച്ച് സമയമൊക്കെ അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മളിതാ താഴോട്ട് ഇറങ്ങിട്ടോ. അപ്പോൾ പോണ വഴിക്കും ഇതുപോലെ റോട്ടിൽ നല്ല കോടമഞ്ഞുണ്ടായിരുന്നു. നമുക്ക് ഫ്രണ്ട് കാണാൻ പറ്റാത്ത വിധം കോടമഞ്ഞുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വീഡിയോയിൽ കാണുമ്പോൾ അത്ര എനിക്ക് തോന്നിക്കണില്ല. പക്ഷെ നല്ല തണുപ്പും പുറത്ത് നല്ല എന്താ പറയുക, കാണാൻ പറ്റാത്ത വിധത്തിലുള്ള കോടയും കിട്ടിയിട്ടോ റോട്ടിൽ കുറച്ച് നേരത്തിന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോണത് ഗ്രാവിറ്റി റോഡ് കാണാനാണ്. അപ്പോൾ ഞാനിത് നൈറ്റ് ആയ കാരണം അധികമൊന്നും വീഡിയോസ് എടുത്തിട്ടില്ല. ഇപ്പോൾ ഈ വീഡിയോയിൽ ശരിക്കും കുപ്പി മുകളിൽ കേട്ടോ കയറി വരുന്നത്, താഴോട്ടല്ല, ഇറക്കത്തിലോട്ട് പോകണില്ല, കയറ്റത്തിലോട്ടാണ് കേട്ടോ കുപ്പി കയറി വരുന്നത്. ഗ്രാവിറ്റി റോഡിൻ്റെ ഒരു ഇതാണ് കേട്ടത്. അപ്പോൾ അത് ഞാൻ വീഡിയോ ഒരു ദിവസം രാവിലെ പോയിട്ട് എടുത്ത് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാം കഴിഞ്ഞ ശേഷം ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്
ന്യൂസലാല എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവിടുത്തെ വീഡിയോ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ട്. മുഷിക്കാക്ക് കഴിക്കാൻ വേണ്ടി വന്നിട്ടാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ അനിയനെയും കൂട്ടിയിട്ട് ഞങ്ങളിതാ എല്ലാവരും കൂടി നിന്ന് കഴിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.